കേണൽ എസ് ഡിന്നി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാം എന്നുള്ള ഒരു വിലയിരുത്തലാണല്ലോ പൊതുവേ ഉള്ളത്. ഈ ഒരു പകലേ കഴിഞ്ഞു പോയിട്ടുള്ളൂ കഴിഞ്ഞ ആക്രമണത്തിന് ശേഷം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇറാന്റെ കയ്യിൽ വെളിപ്പെടുത്താത്ത രീതിയിലുള്ള ആണവശേഖരമുണ്ട്, ആയുധങ്ങളുണ്ട്. ഇവ എത്രമാത്രമാണ് എന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല, അത് പുറത്തു വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും മൊസാദിന്റെ കണ്ണുവെട്ടിക്കുവാനുള്ള കരുത്ത് അതിനുണ്ടോ? എല്ലാ വിവരങ്ങളും കൃത്യമായി ഇസ്രായേലിന്റെ കയ്യിൽ ഉണ്ടായിരിക്കുമല്ലോ. ശ്രീ മഞ്ജുഷ്, ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരു 2 ദിവസം മുമ്പ് ഇറാനിന്റെ മുൻ പ്രസിഡന്റ് അഹമ്മദ് നിജാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു ഇന്റർവ്യൂ, ഇത് ശരിയാണെങ്കിൽ CNN ടർക്കിക്ക് അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്, അതായത് ഞങ്ങള് ഈ മൊസാദിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൗണ്ടർ ഇന്റലിജൻസ് യൂണിറ്റ് സ്ഥാപിച്ചു ഇറാനിൽ. അങ്ങനെ ആ മൊസാദിനെ വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്യേണ്ടതാണ്, അതിന് വേണ്ടി ഒരു യൂണിറ്റ് സ്ഥാപിച്ചു. പിന്നീട് മനസ്സിലായത് ആ യൂണിറ്റിന്റെ തലവൻ പോലും മൊസാദായിരുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എത്രമാത്രം ഈ മൊസാദിന്റെ ആ ഒരു പവർ ഓഫ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന പോലെ അവർക്ക് നുഴഞ്ഞു കയറാൻ പറ്റുന്ന കാര്യം. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, മുൻ പ്രസിഡന്റ് ആണ് പറയുന്നത്, ഇറാനിന്റെ മുൻ പ്രസിഡന്റ് ആണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇറാനിനെ സംബന്ധിച്ചോളം അവരുടെ എല്ലാ ഇന്റലിജൻസും, അവർക്ക് ഇസ്രായേലിന് വേണ്ടിയുള്ള എല്ലാ ഇന്റലിജൻസും മൊസാദിന് ഒരുവിധം അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അത് കാരണമാണ് ഇപ്പോഴും ഇത്രയും, നേരത്തെ ശ്രീ ജോസ് ഒക്കെ പറഞ്ഞ പോലെ, ഇസ്രായേലി ജനതയ്ക്ക് കോൺഫിഡൻസ് ഉള്ളത് ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം നടന്നത് അതൊരു ഹിസ്റ്ററിയാണ്. അത് ഒരിക്കലും ഇനി ഈ ഒരു വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ നടക്കരുത് എന്നുള്ള ഒരു വാശി ഇസ്രായേലിനുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ തരത്തിലുള്ള ഇന്റലിജൻസ് ആദ്യം അവരുടെ കയ്യിൽ ആക്കുക. കാരണം ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ഒരു അറ്റാക്ക് നടക്കാൻ പോവുകയാണോ, അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ് എന്താണ്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഇന്റലിജൻസ് ഉണ്ടായിട്ടാണ് നേരത്തെ ഈ പേജർ അറ്റാക്ക് നടന്നത്, ഹെസ്ബുല്ല തലവനെ വധിച്ചത്, ഇസ്മായിൽ ഹാനിയ ഇറാനിന്റെ ഉള്ളിൽ, ഇറാനിന്റെ ടെഹ്റാനിൽ വെച്ചിട്ട് വധിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് അവരുടെ കയ്യിലുണ്ട്. അത് വലിയൊരു പവർ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. രണ്ടാമത്തെ ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, അതായത് കാപ്പബിലിറ്റി. നമുക്ക് ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചോളം നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് ഒക്കെ പറഞ്ഞ പോലെ, അതായത് ഒരു കാപ്പബിലിറ്റി ഓൾറെഡി ഉണ്ട്. അത് ടെക്നോളജിക്കലി സുപ്പീരിയർ ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു അയൺ ഡോം സിസ്റ്റം. അതിനകത്ത് മൾട്ടിപ്പിൾ ലേയേഴ്സ് ആണ്, 3 ടയർഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പൊ ഏത് രീതിയിലുള്ള ഒരു എയർ ഡിഫൻസ് ആണോ ആവശ്യം, ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ശേഷി ഇസ്രായേലിനുണ്ട്. മൂന്നാമതായിട്ടുള്ള ഒരു ഘടകം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു അറ്റാക്ക് നടന്ന സമയത്ത് ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റം മാത്രമല്ല പ്രവർത്തിച്ചത്, അവിടെ US-ന്റെ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിച്ചു, ജോർഡന്റെ എയർ സ്പേസും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചു. അപ്പം പറഞ്ഞു വന്നത്, ഇസ്രായേൽ ഈ ഒരു പീരിയഡിൽ കഴിഞ്ഞ ഒരു വർഷത്തോളം അവരുടെ ഈ ഇറാൻ ഒഴിച്ച് ബാക്കിയുള്ള ഒരു കൺട്രീസുമായിട്ട് ഒരുവിധം ഒരു നോൺ കോൺഫ്രണ്ടേഷൻ ഓരോ രീതിയിലേക്ക് മാറി. അതായത് ഇന്നിപ്പം സൗദി അറേബ്യ ഒന്നും ചെയ്യാറില്ല, UAE ഒന്നും ചെയ്യാറില്ല, ജോർഡൻ, ഈജിപ്ത്, ഇവരാരും ഒരു രീതിയിലും ഇടപെടാത്ത ഒരു രീതിയിലേക്ക് മാറി. അപ്പൊ ഇങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും ഇസ്രായേലിന് ഒരു അപ്പർ ഹാൻഡ് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു എഫക്റ്റീവ് ആയി വരുന്നത് ഈ ഇന്റലിജൻസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ അറ്റാക്ക് പോലും നടക്കുന്നതിന് മുൻപ്, എനിക്കൊന്ന് US ആണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കാൻ പോകുന്നുണ്ട്, അതായത് ബാലിസ്റ്റിക് മിസൈൽസ് ഇറാൻ ഉപയോഗിക്കും എന്നുള്ള ഇന്റലിജൻസ് വന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു, അവർ പ്രിപ്പയർഡ് ആയിരുന്നു ഇറാൻ ഇങ്ങനെ ചെയ്യുമെന്ന്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമ്മൾ ഇത് പറയുകയാണെങ്കിൽ ഇസ്രായേലിന് ഇറാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റ് കാണില്ല. കാരണം ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നോക്കൂ, ഇസ്രായേലിന് ഒരു വാലിഡ് റീസൺ കിട്ടി, ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് കിട്ടി, അത് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. നോക്കൂ, ലോകത്തിന് മുൻപായിട്ടുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് അറ്റാക്ക് ചെയ്തത്? ഞങ്ങൾ ഹിസ്ബുല്ല ചീഫിനെ വധിച്ചതും, ഞങ്ങൾ ഹമാസിന്റെ ചീഫിനെ വധിച്ചതും, ഞങ്ങൾക്ക് മുകളിലേക്ക് അറ്റാക്ക് വരുമ്പോൾ അതിനെ ഞങ്ങൾ പ്രതിരോധം സൃഷ്ടിക്കുമ്പോഴാണ് ഇറാൻ ഞങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു റിയാക്ഷന് വേണ്ടി ചെയ്യുമ്പം ലോക ഒപ്പീനിയൻ വലിയ രീതിയിലേക്ക് ഇസ്രായേലിലേക്ക് വരത്തില്ല. കാരണം ഇപ്പം ഇസ്രായേലിന്റെ പുറത്ത് ധാരാളം പ്രഷർ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് UN-ലൊക്കെ പോയിട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ബെഞ്ചമിൻ നെതന്യാഹു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം ഡെലിഗേറ്റ്സ് ഒക്കെ ഇറങ്ങി പോകുന്നതൊക്കെ കണ്ടു. പക്ഷെ ഈ ഇറാനിന്റെ ഈ ഒരു ആക്ഷനിലൂടെ ഇസ്രായേലിന് ഒരു പരിധി വരെ അവരെ ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് മുൻപ് തന്നെ ലെബനന്റെ അതിർത്തിയിൽ അവിടെ ഈ കരയുദ്ധത്തിന്റെ ഏകദേശം അതിനുള്ള ഒരു പ്രതീതി കഴിഞ്ഞിരുന്നുവല്ലോ. അതിനുള്ള സൈന്യത്തെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞിരുന്നു, ഏതാണ്ട് അവിടെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു.
അപ്പോൾ ഇസ്രായേൽ നേരത്തെ തന്നെ ഉറച്ച ഒരു തീരുമാനവുമായി ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ മുന്നോട്ട് പോവുകയായിരുന്നുവല്ലോ. അത് മാത്രമല്ല, ഹമാസിനെ ഇല്ലാതാക്കാൻ നിയോഗിച്ച അതേ ട്രൂപ്പിനെ തന്നെ അല്ലേ, അവരെ തന്നെ, അതേ സംഘത്തെ തന്നെ നിയോഗിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് നേരത്തെ കൂട്ടിയുള്ള ഒരു ആക്രമണ പദ്ധതി തന്നെയാണല്ലോ. അവിടെ ഇപ്പോൾ ഹിസ്ബുള്ള തലവനെ വധിച്ചതിലൂടെ ഇറാൻ ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന്, മുന്നറിയിപ്പിൽ ഒരു മറുപടി നൽകുന്നു എന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇസ്രായേലിന് പ്രത്യേകിച്ച് അതിൽ ഒരു ലോകരാജ്യങ്ങളുടെ ഒരു പിന്തുണ കിട്ടുന്ന രീതിയിലേക്ക് ഇറാന്റെ ഇസ്രായേൽ ആക്രമണം പോകുമോ? നമുക്കിത് മനസ്സിലാക്കുന്ന മഞ്ജുഷ് എങ്ങനെയാണെന്നാൽ ഇതിന്റെ ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ഒക്ടോബർ 7 കഴിഞ്ഞ എന്തൊക്കെ നടന്നു നോക്കൂ. ഒക്ടോബർ 7 കഴിഞ്ഞപ്പം ഇസ്രായേലിന്റെ കംപ്ലീറ്റ് ഫോക്കസ്, അതായത് ഇപ്പം അങ്ങ് പറഞ്ഞ പോലത്തെ 98 ബ്രിഗേഡ് ആണ് ഗാസയിൽ ഫൈറ്റ് ചെയ്തത്, അതാണ് ലെബനനിലേക്ക് പോയത്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അവർ ഗാസയിലായിരുന്നു അവരുടെ കംപ്ലീറ്റ് ഫോക്കസ്. 100% അല്ലെങ്കിൽ ഒരു 90% എഫേർട്ട് അവർ ഗാസയ്ക്ക് വേണ്ടി കൊടുത്തു. ഏകദേശം ഒരു 80% വേണമെങ്കിൽ നമുക്ക് 80% ഹമാസിനെ ഇല്ലാതാക്കി, അല്ലെങ്കിൽ ഹമാസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതാക്കി. അതായിരിക്കും കുറച്ചുകൂടെ ശരിയായിട്ടുള്ളത്. ഹമാസിനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത് വേറൊരു രൂപത്തിൽ വേറൊരു പേരിൽ വീണ്ടും വരും. പക്ഷെ ഇൻഫ്രാസ്ട്രക്ചറിനെ ഏകദേശം ഒരു 80% നശിപ്പിച്ചു, അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് കരുതാം. അത് കഴിഞ്ഞിട്ട് അവർ നേരെ അങ്ങോട്ട് തിരിഞ്ഞു, നോർത്തിലേക്ക് തിരിഞ്ഞു, നോർത്ത് ലെബനിലേക്ക് തിരിഞ്ഞു, സദേൺ ലെബനിലേക്ക് തിരിഞ്ഞു. അവിടെ അവരുടെ അപ്പോഴും തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളെ അവിടുന്ന് പലായനം ചെയ്ത ആളുകളെ, അതായത് ഇസ്രയേലി ഏകദേശം 60,000 ആളുകൾ അവിടുന്ന് പോയിട്ടുണ്ട്, നോർത്തേൺ ഇസ്രയേലിൽ വന്നിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരിക, അതിനുവേണ്ടി ഞങ്ങൾ എന്തൊക്കെ നടപടി എടുക്കും അതെല്ലാം ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് അത് ഫസ്റ്റ് ചെയ്ത് എന്താണ്, ഈ പേജർ ബോംബർ വെച്ചിട്ട് കംപ്ലീറ്റ് ലീഡർഷിപ്പിനെ അവർ ഓൾമോസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്തെന്ന് തന്നെ പറയാം. അതായത് ഈ പ്രവർത്തിക്കുന്ന ലീഡർഷിപ്പ് മൊത്തം ഇല്ലാതായി. അത് കഴിഞ്ഞിട്ട് അവർ അപ്പൊ എന്തൊരു കമ്മ്യൂണിക്കേഷൻ മൊത്തം ഇല്ലാതായി. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലാണ് ഈ ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡർ ഹസൻ നസറുല്ലയെ വധിക്കുന്നത്. തേർഡ്, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ് അവർ ആർമിയെ അങ്ങോട്ട്, അതായത് ബോംബിംഗ് എല്ലാം നടത്തുന്നു, ആർമിയെ ബഫർ സോൺ എന്നുള്ള നിലയിൽ ആ ബോർഡർ ക്രോസ് ചെയ്ത് സ്ട്രൈക്ക് ചെയ്യുന്നു. ഇമീഡിയറ്റ്ലി അവർക്ക് ഈ ഒരു പാറ്റേൺ അറിയാം, ഇറാനിന് ഇനി എന്തെങ്കിലും ചെയ്തേ തീരൂ. കാരണം ഇറാനെ സംബന്ധിച്ചോളം അവരുടെ നിലനിൽപ്പിന്റെ കാര്യമാണ്. അതിന്റെ ഇടയ്ക്ക് വേറൊരു വിഷയം ഇസ്രായേൽ ചെയ്തത്, അവർ ഹുത്തീസിനെ പോയി ടാർഗറ്റ് ചെയ്തു, യമനിൽ പോയി ടാർഗറ്റ് ചെയ്തു. അപ്പം പറഞ്ഞു വന്നത് ഹമാസിനെ ടാർഗറ്റ് ചെയ്തു, ഹെസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഹുത്തീസിനെ ടാർഗറ്റ് ചെയ്തു. ഇപ്പം ഇറാനെ സംബന്ധിച്ചോളം അവരുടെ പ്രോക്സീസ് ആയിട്ടുള്ള എല്ലാവരെയും ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പം ഇറാൻ ഒരു പ്രതികരണം നടത്തിയില്ലെങ്കിൽ എന്ത് പ്രതിച്ഛായ അല്ലെങ്കിൽ എന്ത് നിലനിൽപ്പായിരിക്കും ഇറാനെ സംബന്ധിച്ചോളം അവർക്ക് കൊണ്ടത്, പ്രത്യേകിച്ച് അവരുടെ ഉള്ളിൽ തന്നെ പല പ്രശ്നങ്ങളും നടക്കുന്ന സമയത്ത്. അതുകൊണ്ട് അവർ അങ്ങനെ ഒരു റിയാക്ഷൻ ചെയ്യുമെന്ന് ഇസ്രായേലിന് നന്നായിട്ട് അറിയാമായിരുന്നു. ആ റിയാക്ഷൻ നടന്നു. അപ്പൊ ഇപ്പൊ നടന്നു വന്നെന്ന് വെച്ചാൽ ഈ നമുക്കറിയാം ഗാസയിലൊക്കെ എന്തുമാത്രം സിവിലിയൻ കാഷ്വാലിറ്റീസ് നടന്നിട്ടുണ്ട്. അപ്പൊ ധാരാളം ഒരു വേൾഡ് ഒപ്പീനിയൻ ഇസ്രായേലിന്റെ അഗേൻസ്റ്റ് ആണ്. ഒരു പരിധി വരെ ഞാൻ പറഞ്ഞില്ല കംപ്ലീറ്റ് ആയിട്ട് മാറിയിരുന്നു, പക്ഷെ ഒരു പരിധി വരെ ആ ഒരു നരേറ്റീവിനെ മാറ്റാൻ ഒരു സക്സസ് കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പം ലോകത്ത് ഇപ്പൊ നോക്കൂ, യുഎസിന്റെ തന്നെ ഒരു സമയത്ത് ഞാൻ വായിച്ചത് ജോ ബൈഡൻ നേരിട്ട് സംസാരിക്കുന്ന പോലും ഇല്ലായിരുന്നു പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവായിട്ട്. ഇപ്പം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചോളം ഇസ്രായേലിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സെക്യൂരിറ്റിയിൽ യാതൊരു വിധം അതിനകത്ത് വെള്ളം ചേർക്കത്തില്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള രീതിയിലേക്ക് മാറി. അത് ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പം പറഞ്ഞു വന്നത്, തിരിച്ച് ഒരു ഡിപ്ലോമാറ്റിക് ആയാലും ശരി, മിലിറ്ററി ആയാലും ശരി, ഇന്റലിജൻസ് വൈസായാലും ശരി, ഇസ്രായേലിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു അപ്പർ ഹാൻഡ് കിട്ടി. ഇറാനെ സംബന്ധിച്ചോളം അവർക്ക് ഈ അറ്റാക്ക് ചെയ്തേ തീരുമായിരുന്നു, അവരത് ചെയ്തു. ആൻഡ് അവരുടെ ഒരു ചെയ്ത രീതി ഒന്ന് ശ്രദ്ധിക്കൂ. അവര് 181 മിസൈൽസ് ആണ് അവർ ചെയ്തത്. അതിനകത്ത് ബാലിസ്റ്റിക് മിസൈൽസും മറ്റു എല്ലാം ഉണ്ട്, ഹൈപ്പർസോണിക് മിസൈൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരെണ്ണം പോലും ഒരു സിവിലിയൻ കാഷ്വാലിറ്റീസ് അവർ ഉദ്ദേശിച്ച രീതി കണക്ക് നടന്നിട്ടില്ല. അത് ഒന്നി അവരങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കാം, അതായത് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടായി. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചോളം സിവിലിയൻ കാഷ്വാലിറ്റീസ് ആണ് അവരുടെ റെഡ് ലൈൻ. ഇപ്പൊ ഒക്ടോബർ 7 തന്നെ നടന്നതിനകത്ത് അത്രയും അധികം സിവിലിയൻ കാഷ്വാലിറ്റീസ് നടന്നുകൊണ്ടാണ് അവർക്ക് അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തത്. ഇവിടെ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഒന്നും നടന്നില്ല. കുറച്ച് സ്കൂളിൽ എന്തെങ്കിലും ഡാമേജ് പറ്റി, അല്ലെങ്കിൽ മിലിറ്ററി ഇൻസ്റ്റാളേഷൻ ഡാമേജ്, അതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചോളം മാനേജ് ചെയ്യാൻ പറ്റും. അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ജനതയാണ്. ആ ജനതയെ എന്തെങ്കിലും കാഷ്വാലിറ്റീസ് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അത് ഒരു റെഡ് ലൈൻ ആണ്. അത് സംഭവിച്ചില്ല. അപ്പം അത് ഇറാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണോ അതോ അവരെ കൊണ്ട് പറ്റാത്തതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നടന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. കാരണം ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ യുഗത്ത്, പ്രത്യേകിച്ച് അവിടെ ഇത്ര മീഡിയം എല്ലാം ഉള്ളപ്പം അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെ നമ്മൾ അത് അറിഞ്ഞാണ്. ഏറ്റവും അവസാനം വന്ന ഒരു ദൃശ്യം അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്, മൊസാദിന്റെ ആസ്ഥാനത്തിന്റെ തൊട്ടടുത്ത്
മിസൈൽ പതിച്ചതിന്റെയാണ്. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇറാനിയൻ മാധ്യമങ്ങളും അല്ലേ അക്കാര്യങ്ങൾ നൽകുന്നുമുണ്ട്. അത് ഏകദേശം ഈ മൊസാദ് ആസ്ഥാനത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് എടുത്ത ചിത്രങ്ങൾ അതാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അപ്പോൾ മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ടുള്ള മിസൈൽ ആക്രമണം നടന്നു എന്നുള്ള ഇറാന്റെ ആ ഒരു പ്രഖ്യാപനം ഈ മിസൈൽ ആക്രമണത്തിന് ശേഷമുള്ള അത് ശരിയാണെന്നും തെളിഞ്ഞിരിക്കുകയാണല്ലോ. അത് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ എന്തുകൊണ്ടാണ് മൊസാദിന്റെ അടുത്ത് അറ്റാക്ക് ചെയ്തത്? മൊസാദാണ് അവരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അവരുടെ ശത്രു ഇപ്പം. കാരണം അവർ ഹസൻ നസറുള്ളയെ വധിച്ചു, ഇസ്മായിൽ ഹാനിയെ ഇറാന്റെ ഉള്ളിൽ വധിച്ചു, അതുപോലെ തന്നെ പേജർ ബോംബർ, ഇതെല്ലാം ചെയ്യുന്നത് മൊസാദ്. അപ്പം തിരിച്ച് മൊസാദിന് ഒരു തിരിച്ചടി നൽകി. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആർക്കും അറിയില്ല. നമ്മൾ അത് ചർച്ച ചെയ്യുന്നതിന്റെ അർത്ഥം തന്നെ ഈ ന്യൂസ്, ഈ നെറേറ്റീവ് എല്ലായിടത്തും പോയി കഴിഞ്ഞു ഓൾറെഡി. അതായത് മൊസാദിന്റെ അടുത്ത് ഒരു അറ്റാക്ക് ഇറാൻ നടത്തി എന്നുള്ളത്. അതിനകത്ത് എത്രമാത്രം സക്സസ് ഉണ്ടോ, നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്, ഈ ഒരു ഫസ്റ്റ് കാഷ്വാലിറ്റി ഇൻ വാർ ഇസ് ട്രുത്ത് എന്ന് പറയുന്ന പോലെ അത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും യഥാർത്ഥത്തിൽ ആർക്കും അറിയില്ല. പക്ഷെ അതാണ് അതിന്റെ അവരുടെ ആ പ്ലാനിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. അതായത് ഇറാൻ ചെയ്തത് എന്താണ്, ഞങ്ങൾ 3 എയർഫോഴ്സ് ടാർഗറ്റ് ചെയ്തു, ഞങ്ങൾ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്തു എന്നുള്ള ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആണ് അവർ സ്വന്തം ജനതയ്ക്കും മറ്റുള്ളവർക്കും പ്രത്യേകിച്ച് അവരുടെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടുള്ള ഹമാസ്, ഹസ്ബുല്ല, ഹുത്തീസിന് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ശരി, ജോസ് ലീബ